2 ദിവസം മുന്നേ മലപ്പുറത്തൊരു ബസ് അപകടം ഉണ്ടായല്ലോ. ഇന്നിപ്പോൾ പത്രം വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ട്. അതേ ബസ് അപകടം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ സിഗ്നലല്ല ട്രാക്ക് തെറ്റിച്ചിട്ട് ട്രാഫിക് നിയമലംഘനം നടത്തിയതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് പത്രത്തിൽ. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്നത്. ഇതിനകത്ത് ഒരു പരിഹാരമില്ല. ഒന്നാമത് ഇവർക്കൊന്നും എല്ലാവരും മണ്ടന്മാരാണ് നമ്മൾ ബേസിക്കലി, അല്ലാതെ മനഃപൂർവ്വം നിയമലംഘനം നടത്തുന്നതല്ല. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഈഗോ, ഈ റോട്ടിൽ ഈഗോ കാണിച്ചിട്ട് എന്താ കാര്യം? ചിലർക്ക് വണ്ടീൻ്റെ അടുത്ത് ഈഗോ കാണിക്കാൻ പറ്റില്ല. അത് ഇരുമ്പിന് ജീവൻ വെപ്പിച്ച സാധനമല്ലേ, അതിന് വിവരമല്ലല്ലോ. വേറെ ആരുടെയെങ്കിലും ഉള്ള ദേഷ്യത്തിന് അതിൻ്റെ അടുത്ത് ഓവർ സ്പീഡും, ചില വൈഫിൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന്, കുട്ടികളുടെ അടുത്തുള്ള ദേഷ്യത്തിന് ഇത് ഓവർ സ്പീഡാകെ എടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യവും അവർക്കറിയില്ല. അതായത് വളവിൽ ഓവർടേക്ക് ചെയ്യരുത്, വളവിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, റോട്ടിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. കുറച്ചാണെങ്കിലും ചിലർ ലേശം അങ്ങോട്ട് റോട്ടിലേക്ക് കയറി നിന്നിട്ടല്ലേ ഉള്ളൂ. എപ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, എപ്പോഴാണ് ഹോൺ അടിക്കേണ്ടത്? ബ്ലോക്കാണ്, മുന്നിലൊരു 10-45 വണ്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക, അതിൽ ബാക്ക് തുരത്താൻ കീ 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 കീ. അപ്പം എന്താ ഇത്? അവൻ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വണ്ടി മാറ്റി കൊടുക്കണമെന്നോ, അതോ ഇവനതിൻ്റെ മേലെ കൂടെ പാറി പോയിട്ട് അപ്പുറത്തേക്ക് ചാടാൻ ഒരാഗ്രഹം ഉണ്ടോന്നോ? എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ഇറിറ്റേഷനാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഹോൺ അടിക്കില്ല. ഹോൺ അടിച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഹോൺ അടിക്കുന്നതിൻ്റെ അർത്ഥം തെറി പറയാന്നാണ്, അല്ലെങ്കിൽ അവന് ഫൈനാണ്. വേറെ ഐറ്റം കുറച്ച് ആൾക്കാർ ഹെൽമെറ്റ് വെക്കൂല, സീറ്റ് ബെൽറ്റ് ഇടൂല, ഫോൺ ഇതിനുള്ളിലേക്ക് കുത്തി തിരികെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ. പിന്നെ ഇവിടെയൊക്കെ ഹെൽമെറ്റ് വെക്കുക എന്ന് പറയുന്ന കാര്യം പോലീസ് ചെക്കിംഗ് ഉണ്ടാകുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചാൽ പോക്കറ്റോട് കൂടെയൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഇത് പോലീസ് ഫൈൻ അടിക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനമല്ല. അത് തല പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ സുരക്ഷയ്ക്ക് തലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പൊളിയാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ഉപകരണമാണ്, ഒരു സംവിധാനമാണിത്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മളുടെ ഒരു മിസ്റ്റേക്ക്, റോഡിലുള്ള നമ്മളുടെ ഒരു മിസ്റ്റേക്ക് കാരണം മറ്റുള്ളവരുടെ ഒരു ലൈഫാണ് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കോ കുട്ടിക്കോ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലുമൊക്കെ പറ്റണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഓവർ സ്പീഡിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞില്ല. ആയിക്കോട്ടെ, ഓവർ സ്പീഡ് തന്നെ സ്ട്രൈറ്റ് റോഡിലാണെന്നുണ്ടെങ്കിൽ ഓവർ സ്പീഡ് ഓക്കെ. ഇത് വളവിലൊക്കെയാണ് ഓവർടേക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ മണ്ടന് അപ്പുറത്തുനിന്ന് ആൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ 2000, 3000, 4000 ഫൈൻ വേണം. അതായത് ഓൺ ദ സ്പോട്ടിൽ ഫൈന്.